കനകാംബർ. ഡീസലില്ല. എന്റെ ശ്രീദേവിക്കുട്ടി, ഒരു തുള്ളി ഡീസലില്ല. എനിക്ക് വിശന്നെന്റെ വയറിലെത്തുന്നു. ഇഡലി, ഊത്തപ്പം, വട, സാമ്പാർ, ഓർക്കുമ്പോ തന്നെ എന്ത് രസം അല്ലേ ശ്രീദേവിക്കുട്ടി? അതെ അതെ, നല്ല രസാ. നേരാ നേരാ. അവനവന്റെ കാശ് അവനോ പിടിച്ചോളാൻ നേരത്തെ പറഞ്ഞല്ലേ, എന്നിട്ട് കേട്ടോ? അല്ല, അതിലിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ശ്രീദേവിയുടെ ഒരു കസിൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒരു രവീന്ദ്രനാഥൻ നായർ, ഏതോ ഒരു പബ്ലിക് സ്കൂളിന്റെ ഡയറക്ടർ. നേരാ, വെജിറ്റേറിയൻ കിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എനിക്ക് നോണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞ നോണാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. എനിക്കും എങ്കിൽ ഈ സ്വന്തം കൈ കടിച്ചു പറിച്ചങ്ങ് തിന്നാ മതി. എവിടെ പോയി തെണ്ടിയാലും സ്വന്തക്കാരുടെ വീട്ടിൽ പോയി തണ്ടാൻ ഞാനില്ല. എങ്കിൽ നമുക്ക് പിരിക്കാം. എന്തിനാ പിരിക്കുന്നേ? ഇതൊക്കെ വിറ്റാ പോലെ. എന്റെ മാനം കെടുത്താത്ത കൊച്ചേ, ഇതൊക്കെ പൂച്ച. നമുക്ക് വേറെ വഴി നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എന്നെ നോക്കിക്കോ. സഞ്ചി പോയതോടെ നിർത്തി. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാ. നമുക്കൊരു പായങ്ങട് വിരിച്ച് മാഷങ്ങട് കിടത്തിയാ നല്ല കളക്ഷൻ ആയിരിക്കും. നിന്റെ മറ്റവനെ വിളിച്ച് വിരിച്ച് കിടത്തടാ. കോടമഞ്ഞും വെള്ളിമേഘങ്ങളും നീലവിഹായസും ഒന്നുചേരുന്ന ഈ പുണ്യഭൂമിയിലെ യൂക്കാലിപ്സിന്റെ ഗന്ധമേറി വരുന്ന മന്ദമാരുതം മതിയല്ലോ വിശപ്പടക്കാൻ. അല്ലേ ശ്രീദേവി? ഒന്ന് പോടവിടുന്നു. ഏതായാലും നമുക്കൊരു തൊഴിലറിയാലോ, പാടിപ്പിരിക്കാം. എന്താ? പിന്നൊരു കാര്യം, പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആളും തരവും അറിഞ്ഞു പാടിക്കോണം. പിന്നെ ഈ പാട്ട് എടുത്ത് പിരിക്കുമ്പോ ട്യൂണിലും എക്സ്പ്രഷൻസിലും അഗാധമായി സെന്റിമെന്റ്സ് വേണം. മനസ്സിലായില്ലല്ലേ? കൊണ്ണീരിലെ ചില്ലറ ഒഴുകി വരൂ. എന്നാലേ തുടക്കം നീലാംബരി തന്നെ ആയിക്കോട്ടെ. പോട്ടിന്റെ കാര്യം ഞങ്ങള് നോക്കിക്കോളാം. നിങ്ങളെല്ലാം വിവരവും വിദ്യാഭ്യാസമുള്ള പിള്ളേരല്ലേ? കുറച്ച് കാശ് പോയെന്ന് വെച്ച് ഇതാണോ ചെയ്യേണ്ടത്? ഒന്നാമത് സീസൺ, എന്തേലും ഫോറിനേഴ്സാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അവരെല്ലാം നമ്മുടെ നാടിനെ പറ്റി എന്ത് വിചാരിക്കും? പോരാത്തതിന് കേരളത്തിൽ നിന്ന് ഒരു IPS ഓഫീസർ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്ത് വിചാരിക്കും? അത് പിന്നെ വയറുവശന്ന ഇതല്ല, ഇതിനപ്പുറം ചെയ്തു സാറേ. എന്താ പറഞ്ഞത്? ഹേയ്, ഒന്നും പറഞ്ഞില്ല. ഇതെന്തെന്നേച്ച് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അയ്യോ, അപ്പൊ ഡീസൽ അടിക്കാനുള്ള കാശോ? അത് തെണ്ടി പിരിച്ചില്ലേ? ഇവിടെങ്ങാണ് ഇനി നിങ്ങളുടെ പാട്ട് കേട്ടാൽ എന്റെ സ്വഭാവം മാറും. ഈ പെമ്പിള്ളാരുള്ളതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഇടിച്ച് ഞാൻ എല്ലാത്തിനും എല്ലുഴിയനെ. ഞാനൊരു അധ്യാപകനാ സാറേ. ആ, മനസ്സിലായി മനസ്സിലായി. കൊടുക്കണോ? ഞാൻ പൊടയോ സാർ? ഓക്കെ. നല്ല വീക്ക് കൊടുക്കുന്നതിന് പകരം ശാപ്പാട്. എന്ത് ചെയ്യാനാ സാറേ, പിള്ളേരല്ലേ. എന്നാ നടു റോട്ടിലെ ശബ്ദം പോട്ട് ഡപ്പാങ്ങുത്താടേ, ഇടിച്ച് പിരുത്തുകളയും. ജാഗ്രത. എന്തിനാ സാറേ തമിഴ് പറഞ്ഞ് വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ മലയാളികളാ. എന്നാലും മലയാളികളുടെ മാനം കളയാൻ. സാറേ 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 സാർ ഒന്ന് നിൽക്കണേ. സാറിനോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? സാർ കെട്ടിയതാണോ? അല്ല,
എന്താ നോട്ടുണ്ടോ? അയ്യോ അതിനല്ല, നോക്കിക്കോ. സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പാട്ടുകാരിയായിരിക്കും. ശ്രുതി തെറ്റിച്ച് തെറ്റിച്ച് പാടി പാടി സാറിനെ കൊല്ലും. ദേ ദേ നോക്കിക്കേ, കരുനാക്കാം. ആ, ചേട്ടാ രവിയേട്ടൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കൊളുത്തി കാണും. ഈശ്വരാ, രവിയേട്ടൻ എപ്പോ വന്നു? ചേച്ചിയും കുട്ടികളും വന്നിട്ടില്ലേ? ഡീ, കാശ് പോയെന്ന് പറഞ്ഞ് കൊടൈക്കനാല് മുഴുവൻ നടന്ന് പാട്ടും പാടി തെണ്ടിയിട്ട് വന്നിരിക്കുന്നു. നാളെ ഉണ്ടോ നിനക്ക്? ഓ, അവതാര ലക്ഷ്യം മനസ്സിലായി. ന്യൂസ് കൊണ്ട് വന്നായിരിക്കും. നിനക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ ശ്രീദേവി? ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ബന്ധുക്കളാന്നും പറഞ്ഞ അവിടെ കിടക്കുന്നത്? ഫോൺ ചെയ്യാൻ കാശ് വേണ്ടേ? നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് അവിടെ കിടപ്പില്ലേടി? അവിടെ പോകാമായിരുന്നില്ലേ നിനക്ക്? അഹങ്കാരമാ അഹങ്കാരം. അച്ഛനില്ലാത്ത കുട്ടിയല്ലേന്ന് വിചാരിച്ച് ഞാൻ തന്നെയാ നിന്നെ വളർത്തി ചീത്തയാക്കിയത്. ഒക്കെ തീർന്നോളും. നാളെ അവൻ വരും, പോലീസ്. എന്തിന്? നിന്നെ പെണ്ണ് കാണാൻ. എനിക്ക് പോലീസും പട്ടാളൊന്നും വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മായി, അവക്ക് ഇഷ്ടപ്പെടുകയല്ല. അവക്ക് പറ്റിയത് വല്ല കലാകാരന്മാരുവാ. എനിക്ക് കലാകാരന്മാരൊന്നും വേണ്ട. അതെന്താ? യേശുദാസിന് കിട്ടൂ? യേശുദാസിനെയോ? ഇല്ല. കിഷോർ കുമാറിന് കിട്ടൂ? അറ്റ്ലീസ്റ്റ് ഉണ്ണിമേനോൻ? അതും ഇല്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മതിയെന്ന്. എടി പെണ്ണേ, നീ അവനെ ഒന്ന് കണ്ടു നോക്ക്. മിടുക്കന്, IPS കാരന്. ഞാനെന്താ പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കുത്തി ഇരുന്നിട്ടാ വരുന്നത്. എന്നാലും മോള് സ്കൂളിലൊന്നും വരാതിരുന്നത് രവിച്ചേട്ടന് വലിയ വിഷമായി പോയി കേട്ടോ. പയ്യനെ മോക്ക് ഇഷ്ടപ്പെട്ടില്ല, കെട്ടണ്ട. നല്ലത് വേറെ വരും. അല്ല, അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം ഉടനെ നടക്കുന്നതിൽ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. റിസർവ്ഡ് ആയി പോവല്ലോ. ഇപ്പൊ നോ മനസ്സിലാൻ എനിക്കും വല്ലപ്പോഴും വരാം. പുറമ്പോക്ക് കൈയേറാൻ വിദഗ്ധനാണെന്ന് കേട്ടിട്ടുണ്ട്. സ്കൂളും എസ്റ്റേറ്റും ഒക്കെ ആയല്ലോ, 10 പൈസ പോലും ചെലവില്ലാതെ. പക്ഷേ ഈ നോമാൻസ് ലാൻഡ് അങ്ങനല്ല. നാണല്ലല്ലോ രവിച്ചേട്ടാ? മൂത്ത മോളും ഞാനും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസം. മീൻസ് അമ്പലപ്പറമ്പ് വഴി മുറിബീടി വലിച്ചോണ്ട് നടന്നിരുന്ന കാലം കെട്ടിയിരുന്നെങ്കിൽ സുമയ്ക്ക് എന്റെ പ്രായം. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല മോളെ. നിർബന്ധിക്കുന്നില്ല, നിനക്കിഷ്ടപ്പെട്ടാൽ മാത്രം മതി. നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് വെച്ചു. വരാൻ പറയട്ടെ? കിടന്നോളൂ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ.